ഇതാ കൊടുമുടിയിലേക്ക് എത്തുന്നു. തലവടി സെന്റ് പയസ് ചെറുതന. ഓവർ ടു അച്ചു നെൽപ്പാടം. ഹബീബി കം ടു കേരള. ഇങ്ങനെ ഒരു ദൃശ്യം കാണണമെങ്കിൽ 7-ാം കടലും കടന്ന് ഇങ്ങെത്തണം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ മുംതാസിനെ പ്രണയിപ്പിച്ച ഷാജഹാൻ യമുന തീരത്ത് ഒരു പ്രണയ കൊട്ടാരം പണിതെങ്കിൽ അത് ലോകാത്ഭുതങ്ങളുടെ ഒന്നായി മാറ്റപ്പെട്ടെങ്കിൽ അഴകുകൊണ്ട് ജലോത്സവ ലോകത്ത് അത്ഭുതം തീർത്ത ചെറുതനയത ട്രാക്ക് 3-ൽ. പക്ഷേ വിടാതെ പിടിക്കുകയാണ് സെന്റ് പയസ്. മനിതർ ഉണർന്നുകൊള്ളേ, ഇത് മനിതർ കാതലല്ലേ, അതെയും താണ്ടി പുനിതമാനത് സെന്റ് പയസ് അത്രമേൽ സൗന്ദര്യമായി കടന്നു വരികയാണ്. വീഴ്ചകൾക്കും താഴ്ചകൾക്കും ഉയർച്ചകൾക്കും സാക്ഷ്യം വഹിച്ച ഈ കായിക വിനോദത്തിൽ ഒപ്പം പിടിക്കുന്ന 3 സ്വപ്ന നൗകകളായി മാറ്റപ്പെടുകയാണ്. തലവടിയുടെ 6-ാം തമ്പുരാനാകുമോ, സെന്റ് പയസ് ആകുമോ, ചെറുതനയാകുമോ? ആകാശത്തിന് ചുവട്ടിലെ ഏതു മണ്ണും നാടും തലവടി ചുണ്ടന് സമമാണ്. ഈ 6-ാം തമ്പുരാന് സമമാണ്. പക്ഷേ 6-ാം തമ്പുരാനെ പിടിച്ചുകെട്ടാൻ സെന്റ് പയസ് കടന്നു വരികയാണ്, ചെറുതന കടന്നു വരികയാണ്. ഇതിൽ പരം ഒരത്ഭുത കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. 2009-ലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബെർലിനിൽ 100 മീറ്റർ ഓട്ടൽ മത്സരത്തിൽ 9.58 സെക്കൻഡ് കൊണ്ട് വേൾഡ് റെക്കോർഡ് കുറിച്ച ഉസൈൻ ബോൾട്ടിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പക്ഷേ ഈ സ്വപ്ന നൗകകളും അതേ വേഗതയെ മറികടക്കാൻ തയ്യാറെടുക്കുകയാണ്. തലവടിയാണോ, സെന്റ് പയസ് ആണോ, ചെറുതനയാണോ? നഗ്നനേത്രത്തിൽ ഒപ്പമുള്ള പോരാട്ടമായി മാറ്റപ്പെടുകയാണ്. ഓടാൻ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ഇൻ നീരേറ്റുപുറം വിറയ്ക്കുകയാണ്. ജനലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. തലവടി, ചെറുതന, സെന്റ് പയസ് ഒപ്പത്തിനൊപ്പം. ഓവർ ടു ജോളിയെതിരെ. അമ്പമ്പോ രാമരാവണ യുദ്ധം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ ഈ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ഇതാ ഇവിടെ അരങ്ങേറുന്നു. 1-ൽ തലവടി ടൗൺ ബോട്ട് ക്ലബ്ബ്, 2-ൽ സെന്റ് പയസ് നീരണം ബോട്ട് ക്ലബ്ബ് റെഡ്ഡി അടുവാക്കല, 3-ൽ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി പത്മകുമാർ പുത്തമ്പറമ്പില്. ഒരുപോലെ 1-ലെ തലവടി ഇല്ല, 2-ലെ സെന്റ് പയസ് ഇല്ല, 3-ലെ ചെറുതന ഇല്ല, 1-ലെ തലവടി ഇല്ല, 2-ലെ സെന്റ് പയസ്, 2-ലെ സെന്റ് പയസ്. സെന്റ് പയസ് ആണോ, തലവടിയാണോ, ചെറുതനയാണോ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നത്? ഇതായിരുന്നു